ട്രേഡിംഗ് എക്സ്പെർട്ട് ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു. 2024 ആദ്യ 3 പാദങ്ങളിൽ വിപണി മുന്നേറിയെങ്കിലും മൂന്നാം പാദത്തിൽ വിദേശ നിക്ഷേപകരുടെ വിൽപ്പന സമ്മർദ്ദം വിപണിയെ നന്നായി ബാധിച്ചു. 2025 ജനുവരിയിൽ കേന്ദ്ര ബജറ്റിനോടനുബന്ധിച്ച് വിപണി മുന്നേറ്റം കാട്ടി. അനലിസ്റ്റുകൾ ബജറ്റിന് ശേഷം വിപണി മെച്ചപ്പെടുത്തണമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നുണ്ട്. അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ അനലിസ്റ്റുകൾ നിഫ്റ്റി സൂചികയിൽ 10% വരെ ഇടിവ് സംഭവിക്കാമെന്ന് സൂചിപ്പിച്ചു. മൊത്തത്തിൽ വിപണി ഉയരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നതിനാൽ നിക്ഷേപകർ ജാഗ്രത പാലിച്ച് വിപണിയുടെ പ്രവണതകൾ നിരീക്ഷിച്ച് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും. 2024 സെപ്റ്റംബർ മുതൽ പ്രധാന സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഏകദേശം 12% വരെ ഇടിവ് രേഖപ്പെടുത്തി. വിദേശ നിക്ഷേപകരുടെ വിൽപ്പനാ സമ്മർദ്ദം വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2025 ജനുവരിയിൽ വിപണിയിൽ വൻ തകർച്ച സംഭവിച്ച നിക്ഷേപകർക്ക് ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ നഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതും US ഫെഡറൽ റിസർവ് ഉയർന്ന പലിശ നിരക്ക് നിലനിർത്തുന്നതും വിപണിയിലെ ഈ ഇടിവിന് കാരണമായി കണക്കാക്കപ്പെടുന്നുണ്ട്. സാമ്പത്തിക സർവേകൾ 2025 ഓഹരി വിപണിയിൽ കൂടുതൽ തിരുത്തലുകൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുൻനിര മാർക്കറ്റ് അനലിസ്റ്റുകൾ നിഫ്റ്റി സൂചികയിൽ 10% വരെ ഇടിവ് സംഭവിക്കാമെന്ന് പ്രവചിക്കുന്നു. ഇനി ഓഹരി വിപണി തിരിച്ചു വരാനുള്ള സൂചികകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ കാണുമ്പോഴാണ് ഓഹരി വിപണി ഉയരുന്നതിൻ്റെ ലക്ഷണങ്ങൾ നാം കണ്ടു കാണുന്നത്. ഒരു ഓഹരി വിപണി വീണ്ടും ഉയർന്നു വരുമ്പോൾ ചില നിർണായക സൂചനകൾ കാണാൻ കഴിയും. ഇവ ശ്രദ്ധിച്ചാൽ വിപണിയുടെ ദിശ മനസ്സിലാക്കാനും നിക്ഷേപങ്ങൾക്ക് തക്കവിധം തയ്യാറെടുക്കാനും നമുക്ക് കഴിയും. അതിലൊന്നാമതായി വരുന്നത് നിഫ്റ്റിയും സെൻസെക്സും സ്റ്റേബിളായി മാറുന്നു എന്നുള്ളതാണ്. വിപണി ഉയർന്നു വരുമ്പോൾ പ്രധാന സൂചികകളായ നിഫ്റ്റി 50, സെൻസെക്സ് എന്നിവ സ്ഥിരത പുലർത്തുകയും നേരത്തെ ഉണ്ടായിരുന്ന താഴോട്ടുള്ള ട്രെൻഡ് മാറുകയും ചെയ്യുന്നു. തുടർച്ചയായി കുറച്ച് ദിവസത്തേക്കെങ്കിലും പോസിറ്റീവ്ലി ക്ലോസിംഗ് തുടരുന്നതാണ് നന്നാവുക. വിദേശ നിക്ഷേപകർ വീണ്ടും ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റായി വരുന്നത്. വിദേശ നിക്ഷേപകർ ഓഹരികൾ വീണ്ടും വാങ്ങാൻ തുടങ്ങുമ്പോൾ വിപണി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. വിദേശ നിക്ഷേപകരുടെ സ്ഥിരമായ നെറ്റ് ഇൻഫ്ലോ കണ്ടാൽ വിപണി തിരിച്ചു വരുന്നതിൻ്റെ സൂചനയാണെന്ന് കരുതാം. ആഭ്യന്തര നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റായിട്ട് വരുന്നത്. ആഭ്യന്തര നിക്ഷേപകരുടെ മ്യൂച്വൽ ഫണ്ടുകൾ, ബാങ്കുകൾ എന്നിവയുടെ നിക്ഷേപ പ്രവണത ഉയരുന്നത് നല്ല സൂചനയാണ്. ആഭ്യന്തര നിക്ഷേപകരുടെ സ്ഥിരമായ ഓഹരികൾ വാങ്ങാൻ തുടങ്ങുമ്പോൾ വിപണിയുടെ നില മെച്ചപ്പെട്ടേക്കാം. നാലാമതായി വരുന്നത് ലാഭം നേടുന്ന കമ്പനികളുടെ കണക്ക് മെച്ചപ്പെടുന്നു എന്നുള്ളതാണ്. കമ്പനികളുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് റിപ്പോർട്ട് മെച്ചപ്പെടുമ്പോൾ വിപണിക്ക് കരുത്ത് കിട്ടും. ഓഹരി വിപണിയിലുള്ള കമ്പനികളുടെ ലാഭം വർദ്ധിച്ചാൽ നിക്ഷേപകർ കൂടുതൽ ആകർഷിക്കപ്പെടും. അഞ്ചാമതായി വരുന്നത് സമ്പദ് വ്യവസ്ഥയിലെ മെച്ചപ്പെടുത്തലുകളാണ്. GDP ഗ്രോത്ത് റേറ്റ് മെച്ചപ്പെടുന്നത്, കച്ചവട മേഖലകളിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നത്, RBI പലിശ നിരക്ക് കുറയ്ക്കുന്നത്, ഇതൊക്കെയാണ്. ആറാമതായി എത്തുന്നത് ഓഹരികളിൽ വൻ വിലക്കിഴിവുകളാണ്. ചില മികച്ച ഓഹരികൾ താഴ്ന്ന വിലയിൽ ലഭിക്കാൻ തുടങ്ങുമ്പോൾ വലിയ നിക്ഷേപകർ വാങ്ങാനും തുടങ്ങും. ഇത് വിപണിക്ക് പിന്തുണ നൽകും. ഗ്ലോബൽ മാർക്കറ്റിലെ പോസിറ്റീവ് ട്രെൻഡാണ് ഏഴാമതായി വരുന്നത്. അമേരിക്കൻ വിപണി ഉയരുന്നുണ്ടോ? ചൈന, യൂറോപ്പ്, ജപ്പാൻ തുടങ്ങിയ വലിയ വിപണികൾ മെച്ചപ്പെടുന്നുണ്ടോ? കച്ചവടങ്ങൾക്കുള്ള അന്താരാഷ്ട്ര സാഹചര്യവും മെച്ചപ്പെടുന്നത് ഇന്ത്യയിൽ പ്രതികൂലത കുറയ്ക്കും. എട്ടാമതായി വരുന്നത് ഓഹരികൾ ടെക്നിക്കൽ റെസിഡൻസ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. മിക്കവാറും ഓഹരികൾ 50-day മൂവിംഗ് ആവറേജ് ആൻഡ് 200-day മൂവിംഗ് ആവറേജ് അതിക്രമിക്കുമ്പോൾ വിപണി മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഓഹരികളുടെ ട്രേഡിംഗ് വോളിയം വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഒട്ടുമിക്ക വിപണി തിരിച്ചുവരവുകളിലും ഇതേ സൂചനകൾ നമുക്ക് കാണാം. നിക്ഷേപകർ ഈ സൂചനകൾ കൃത്യമായി വിലയിരുത്തി വിപണി പ്രവേശനം എപ്പോൾ ആകണമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചാഞ്ചാട്ടം നേരിട്ടെങ്കിലും ചില ഓഹരികൾ തിരിച്ചു വരാൻ
തയ്യാറെടുക്കുന്നതായി വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നു. നിലവിൽ ബാങ്കിംഗ്, IT, മെറ്റൽ തുടങ്ങിയ മേഖലകളിലെ ഓഹരികൾ നിക്ഷേപകർക്ക് ആകർഷണീയമായതായി വിലയിരുത്തപ്പെടുന്നു. അതിൽ ബാങ്കിംഗ് മേഖലയിൽ എന്തൊക്കെ വരുന്നെന്ന് നോക്കാം. പൊതുമേഖലാ ബാങ്കുകളുടെ മികച്ച പാദഫലങ്ങൾ ഈ മേഖലയിൽ നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് ബറോദയുടെ മികച്ച പ്രകടനം പൊതുമേഖലാ ബാങ്ക് ഓഹരികളിൽ നിക്ഷേപകരുടെ ആകർഷണം കൂട്ടുന്നുണ്ട്. ഇനി IT മേഖലകളുടെ സ്ഥിരമായ വരുമാനവും ആഗോള ആവശ്യവും ഈ മേഖലയിൽ നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഡാറ്റ കൺസൾട്ടൻസി സർവീസ് പോലെയുള്ള കമ്പനികൾ ഈ മേഖലയിൽ ശ്രദ്ധേയമാണ്. ഇനി മെറ്റൽ മേഖലയിൽ നിഫ്റ്റി മെറ്റൽ സൂചികയിൽ 1% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ മേഖലയിലെ ഓഹരികളുടെ മെച്ചപ്പെട്ട പ്രകടനത്തെ സൂചിപ്പിക്കുന്നു. നിക്ഷേപകർക്ക് ഈ മേഖലകളിൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കാം. എന്നിരുന്നാലും ഓഹരി നിക്ഷേപം വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്ക് വിധേയമായതിനാൽ നിക്ഷേപകർ ജാഗ്രത പാലിച്ച് വിപണിയുടെ പ്രവണതകൾ നിരീക്ഷിച്ച് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും. ഇനി ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ അനുയോജ്യമായ ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ വിപണി വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് നമുക്ക് ഉചിതമായിരിക്കും. താഴെ ചില ഓഹരി വിദഗ്ധർ നിക്ഷേപത്തിന് ശുപാർശ ചെയ്യുന്നവയാണ്. എന്തെല്ലാമാണെന്ന് നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രിയൽസ് ആണ് ഒന്നാമതായി വരുന്നത്. പെട്രോകെമിക്കൽസ്, ടെലികോം, റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ വിപുലമായ ബിസിനസ് മോഡൽ നിക്ഷേപകർക്ക് ആകർഷണീയമാണ്. രണ്ടാമതായി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. FMCG മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഈ കമ്പനിയുടെ സ്ഥിരമായ വരുമാനവും വിപണിയിലെ ശക്തമായ നിലനിൽപ്പും നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഹഡ്കോയാണ് നമുക്കിവിടെ മൂന്നാമതായി വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനിയായ ഹഡ്കോയുടെ ഓഹരി വിലയിൽ 64% മുതൽ 77% വരെ നേട്ടം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. നാലാമതായി വരുന്നത് ടാറ്റ കൺസൾട്ടൻസിയാണ്. IT സേവന രംഗത്തെ മുൻനിര കമ്പനിയായ TCSന്റെ സ്ഥിരമായ വരുമാനവും ആഗോള ആവശ്യവും നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഹിന്ദാൽകോയാണ് ഇവിടെ അഞ്ചാമതായി വരുന്നത്. മെറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദാൽകോയുടെ ഓഹരി വിലയിൽ 50% മുതൽ 70% വരെ നേട്ടം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ആറാമതായി വരുന്നത് HDFC ബാങ്കാണ്. ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ ബാങ്കായ HDFC ബാങ്കിൻ്റെ സ്ഥിരമായ വളർച്ചയും മികച്ച സാമ്പത്തിക പ്രകടനവും നിക്ഷേപകർക്ക് ആകർഷണീയമാണ്. ഇൻഫോസിസ് ആണ് നമുക്കിവിടെ ഏഴാമതായിട്ട് വരുന്നത്. IT സേവന രംഗത്ത് മറ്റൊരു മുൻനിര കമ്പനിയായ ഇൻഫോസിസിൻ്റെ ആഗോള സാന്നിധ്യവും സ്ഥിരമായ വരുമാനവും നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. L&T ആണ് നമുക്കിവിടെ അടുത്തതായിട്ട് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണ രംഗത്ത് മുൻനിര കമ്പനിയായ L&Tയുടെ വിപുലമായ പദ്ധതികളും സ്ഥിരമായ വരുമാനവും നിക്ഷേപകർക്ക് ആകർഷണീയമാണ്. മാരുതി സുസുക്കിയാണ് അടുത്തതായി വരുന്നത്. ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാവായ മാരുതി സുസുക്കിയുടെ വിപണിയിലെ ശക്തമായ നിലനിൽപ്പും പുതിയ മോഡലുകളുടെ അവതരണവും നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. പത്താമതായി നമുക്ക് വരുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. പെയിന്റ് നിർമ്മാണ രംഗത്തെ മുൻനിര കമ്പനിയായ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ വിപണിയിലെ ശക്തമായ നിലനിൽപ്പും സ്ഥിരമായ വരുമാനവും നിക്ഷേപകർക്ക് ആകർഷണീയമാണ്. നിക്ഷേപകർക്ക് ഈ ഓഹരികൾ പരിഗണിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഓഹരി നിക്ഷേപം വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്ക് വിധേയമായതിനാൽ വ്യക്തിഗത സാമ്പത്തിക ലക്ഷ്യങ്ങളും റിസ്ക് സഹിഷ്ണുതയും പരിഗണിച്ച് സാമ്പത്തിക ഉപഭോക്താവിൻ്റെ മാർഗനിർദ്ദേശത്തോടെ മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും.